ஆசை பொன்னகை மூஞ்சியில் மூஞ்சியில் മൂഞ്ചി 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 മൂഞ്ചിയിൽ. കറക്റ്റ് ഈ പാട്ടിന് പറ്റിയൊരു സിറ്റുവേഷനിലോട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ഈ ഓട്ടോയും പിടിച്ചു പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇന്ന് 8 മണിക്ക് 9th ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് മറ്റേ സാറ് വേറെ സാറിനോടും ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോയ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നു. രാവിലെ തന്നെ കുളിച്ച് ഉപ്പ ലേറ്റ് ആയതുകൊണ്ട് ഉപ്പാനോട് ഞാൻ ഓട്ടോയിൽ പോയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. തിരിച്ച് വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് ഉപ്പാനെ ചെന്നപ്പോൾ ഷോപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ തൊട്ട് മുന്നേ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചു. ഒരു പഴംപൊരി, ഒരു ഉണ്ട, ഒരു നെയ്യപ്പം, പിന്നെ ഒരു പൂരി. അതാണ് വാങ്ങിച്ചത്. നമ്മൾ ഷോപ്പാണെങ്കിൽ കറക്റ്റ് അങ്ങാടിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ. പക്ഷേ ഭാഗ്യത്തിന് ഷോപ്പിൻ്റെ മുന്നിലൊരു ജീപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് ഈ പഴംപൊരി കഴിച്ചത്. അപ്പോൾ ഞാൻ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു പഴംപൊരിയും പിന്നെ നെയ്യപ്പത്തിൻ്റെ പകുതി കഴിച്ചപ്പോഴേക്കും ഇപ്പോൾ വന്നു. അപ്പോൾ പിന്നെ അപ്പാൻ്റെ കൂടെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ വിഷ്ണു നല്ല ഉറക്കം കേട്ടോ. അവൻ ഞാൻ ട്യൂഷന് പോയതും വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അവനൊന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചു. ഞാൻ പൂരി വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പോൾ പൂരി അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അവന് രാവിലെ തന്നെ കൊടുത്തത്. ഇന്നപ്പോൾ അവന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ നേഴ്സറിയിൽ. ഇന്നലെ പോയപ്പോൾ ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്ന് എന്താവും അവസ്ഥ എന്ന് അറിയൂല. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേഴ്സറിയിലോട്ട് പോവുകയാണ്. ചെന്നപ്പോൾ വലിയ പ്രശ്നമല്ലായിരുന്നു. ടോയ്സൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളുള്ളൂ ഇവിടെ. പക്ഷേ കുറച്ച് കഴിഞ്ഞ സ്വഭാവം മാറുന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഞാനവിടെ ആക്കിയിട്ട് പോന്നു. പിന്നെ ഒന്ന് അടിച്ച് വാരി. അപ്പോഴേക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ +2-ലായിരുന്നു. +2-ലാണ് ഞാൻ ട്യൂഷൻ എടുത്തത്. മാത്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നതാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം, സർപ്രൈസിങ് ഒക്കെ ആയിരുന്നു. ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഠായി ഉണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഒരു വൈറ്റ് കോഡ് സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബോക്സ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം കേക്കാണെന്ന് വിചാരിച്ചു. പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് ലഡു ആണെന്ന് മനസ്സിലായത്. ലഡു ഞാൻ കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഒരെണ്ണം എടുത്തിട്ട് അപ്പം തന്നെ കഴിച്ചു. നമ്മൾ വിചാരിക്കാണ്ട് സർപ്രൈസിങ് ആയിട്ട് നമുക്ക് വല്ല ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്താ പറയുക, ഒരു സന്തോഷമാണല്ലോ. അത് നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് അവർക്ക് മാർക്കൊക്കെ കിട്ടിയിട്ട് കിട്ടുക എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുളി പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അക്ഷയയിലോട്ടൊന്ന് പോകാനുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അക്ഷയയിലോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ B.Edന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ B.Edന് കൊടുക്കാൻ പോകുമ്പം എല്ലാ സർട്ടിഫിക്കറ്റും വേണമല്ലോ. അപ്പോൾ ഞാൻ വന്ന സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് വെക്കായിരുന്നു. ഈ ഒരു ഫയലിൽ ഇല്ലാത്തൊരു സാധനമല്ല എന്ന് പറയാം. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എൻ്റെ 10th തൊട്ടിട്ട് ഇതുവരെ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻസ്, വേണ്ടാത്തതും വേണ്ടതും എല്ലാത്തിൻ്റെ അകത്തുണ്ട്. പണ്ടത്തെ ഫോട്ടോസ്, എന്താ പറയുക, നീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഈ ഒരു ഫയലിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വേണ്ടതൊക്കെ നോക്കിയിട്ട് 10th +2 സർട്ടിഫിക്കറ്റൊക്കെ ആണല്ലോ മെയിനായിട്ട് വേണ്ടത്. അതിൻ്റെ കോപ്പീസൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഓരോന്നതൊക്കെ എടുത്തിട്ട് ബാഗിലോട്ട് വെക്കുകയാണ്. ഈ ഒരു ബാഗ് ഞാൻ വിഷ്ണുവിന് നേഴ്സറിക്ക് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മാറ്റിയിട്ട് ഈ ഒരു ബാഗ് എടുത്തതാണ്. 465 ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ട്. അപ്പോൾ ബാഗ് സിബ് ലോക്കാക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇട്ടാലും അറിയണില്ല. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഉമ്മാൻ്റെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ട് ഉണ്ടായിരുന്നു. ഡ്രസ്സും ഞാനും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിൽ മാറ്റമുണ്ട്. പക്ഷേ ലൂസായതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ആദ്യം സ്റ്റുഡിയോയിലോട്ട് പോയി. കാരണം എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉള്ളത് +2 എടുത്ത ഫോട്ടോ. അതായിരുന്നു ഞാൻ ഇതുവരെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്. സോ ഫോട്ടോ എടുത്തിട്ട് അക്ഷയയിലോട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അക്ഷയയിൽ പോയിട്ടോ. അക്ഷയയിൽ പോയപ്പം കാണുമ്പോൾ തിരക്കില്ലെങ്കിലും പക്ഷേ ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന പോലെയായിരുന്നു. 11 മണിക്ക് പോയിട്ട് 2 മണിക്ക് ഞാൻ പോസ്റ്റ് തന്നെയായിരുന്നു. അവസാനം 3-3:30 ആയിട്ടാണ് എൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോഴേക്കും തൗഫി ബിഷ്ണുവിനെയും കൊണ്ടുവന്ന് ഞങ്ങൾ പപ്സും ലൈമൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോയി. ഇനി ഈ സാഹസികമായ പോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 4:15 എനിക്ക് 8ാം ക്ലാസ്സിന് വീണ്ടും ട്യൂഷൻ ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതിനാണ് പോകുന്നത്. പണ്ടും ഞങ്ങൾ പോവുമായിരുന്നു ഇങ്ങനെ. അതേപോലെ ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കഴിവാണ്. കാരണം ആ ഉള്ളിലിരിക്കാനുള്ളതുള്ളൂ ഞാൻ. ഇപ്പോൾ തടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് 2 ട്രിപ്പ് അടിക്കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പോവാമല്ലോ എന്ന്. അങ്ങനെ കറക്റ്റ് 4:15 ആയപ്പോൾ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ എത്തി. ഇതാണ് ഓഫീസ്. അപ്പോൾ ആ കുട്ടികൾക്ക് അറ്റൻഡൻസ് എടുക്കായിരുന്നു. സോ ആ സമയത്ത് ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ മാർക്കറും ഒക്കെ എടുത്തു. അങ്ങനെ 5:15 ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോയിട്ട് കുറച്ച് പൂളപ്പൊരി വാങ്ങി. എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ ചിപ്സും പൂളപ്പൊരിയും. ബിഷ്ണുവിനും പൂളപ്പൊരി ഭയങ്കര ഇഷ്ടമാണ്. കടയിലെത്തിയപ്പോൾ ബിഷ്ണു ഏതൊക്കെയോ കുട്ടികളെ കൂടെ കളിക്കണമൊക്കെ ഉണ്ട്. പിന്നെ അവന് കുറച്ച് പൂളപ്പൊരിയൊക്കെ എടുത്തു കൊടുത്തു. ഇവിടെ എത്തി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ പണിയോട് പണി. നമ്മൾ ഷോപ്പ് വന്നിട്ട് ഉപ്പ് ടൈലറാണ്. അപ്പോൾ ടൈലറിങ്ങും ഉണ്ട്, അതേപോലെ ബട്ടൺ ഹൗസും ഉണ്ട് കേട്ടോ. രണ്ടും ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോൾ പുതുതായിട്ട് കുറച്ച് നൂലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എഴുതിയിട്ട് ആ ഷെൽഫിലോട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞു ഉപ്പ. അപ്പോൾ ഞാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നു. ഉപ്പ വായിച്ചു തരാണ്, ഞാൻ എഴുതുകയാണ്.
അപ്പോൾ അതാണ്ടേ നല്ല സൗണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് റാലി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് കണ്ടു നോക്കും. ഇനിയുള്ള പണി എഴുതി വെച്ച നൂലൊക്കെ ഇതാ ഇതിലോട്ടൊന്ന് വെക്കണം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. തിരിച്ചും അതേ സാഹസിക യാത്ര. വീട്ടിലെത്തിയപ്പോൾ ലൈം കുടിക്കാനൊരു പൂതി കേട്ടോ. സോ വേഗം പോയി 2 നാരങ്ങ എടുത്തു, ലൈം എടുത്തു. പിന്നെ നമ്മൾ പോന്നപ്പം ഉള്ളിവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇത് ബിഷുവിനുള്ള ഫുഡാണ്. ഒരു അപ്പം എടുത്തിട്ടുണ്ട്, ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചോറും ബീഫും കഴിച്ചു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഓംലെറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ്.